ഹായ് ഫ്രണ്ട്സ്, ചെമ്പകപ്പാറ നാച്ചുറൽ ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുന്നു. രാവിലെ സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. രാവിലെ തന്നെ നല്ല ചൂടാണ്, നല്ല ചൂടുള്ള കാലമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു മീൻകറി വെക്കാം. ഒരു ഉണക്ക മീൻകറി, മാങ്ങായും ഇട്ട് പച്ചമാങ്ങായും ഇട്ട് ഒരു ഉണക്ക മീൻകറി, തേങ്ങ അരച്ച് വെക്കുന്ന ഒരു ഉണക്ക മീൻകറി വെക്കാം. ചോറിനും കപ്പയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മീൻകറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ തന്നെ നല്ലൊരു മനോഹരമായൊരു കാഴ്ച കാണാവേ. അതിൻ്റെന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. കണ്ടോ, ഇവിടെ നിന്നാൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാവേ. അതിനെന്ന് വെച്ചാൽ മഞ്ഞ് മൂടിക്കിടക്കാം, മലനിരകളും പ്രദേശവും എല്ലാം മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യൻ ഇങ്ങനെ ഉദിച്ച് മലകൾക്കപ്പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നത് നന്നായിട്ട് നമുക്കിവിടെ നിന്നാൽ കാണാം. സൂര്യൻ്റെ രശ്മികളൊന്നും എടുക്കാൻ പറ്റുന്നില്ല, മഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയില്ല. അപ്പോൾ സൂര്യനെ അങ്ങനെ നല്ല ഗോളമായിട്ട് സൂര്യൻ ഉയർന്നുയർന്നു വരുന്നത് കാണാൻ പറ്റും. ഈ സമയത്തേ അത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥയിൽ, ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഈ ഇങ്ങനെയുള്ള കാലാവസ്ഥയിലേ അത് കാണാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയാണേ. ഇവിടെ ചുറ്റിനും മഞ്ഞ് മൂടി കിടക്കുവാണേ. ചുറ്റും മഞ്ഞ് മൂടി കിടക്കുമ്പോൾ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാം. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. സൂര്യൻ അങ്ങോട്ട് മുകളിലോട്ട് വന്നാൽ പിന്നെ സൂര്യൻ്റെ രശ്മി കൊണ്ട് നമുക്ക് നേരെ നോക്കാൻ പറ്റില്ല. ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇപ്പം കുറേ നേരം കഴിഞ്ഞു കേട്ടോ, വെയിലായി. കണ്ടോ, മുമ്പത്തെ ആ മഞ്ഞെല്ലാം മാറി സൂര്യനങ്ങ് മുകളിൽ ചെന്നേ. സൂര്യൻ അവിടെയൊന്നും ഇല്ല, സൂര്യൻ ഉദിച്ച് ഇപ്പം നമ്മുടെ നേരെ മുകളിൽ ആകാറായിട്ടുണ്ട്. അപ്പോഴേക്കും നല്ല വെയിലാണ്, ആകാശമെല്ലാം നല്ല നീല നിറമാണ്. അതിൻ്റെ നീല നിറത്തിൻ്റെ ആണ് മലകളിലേക്ക് നീല നിറം വ്യാപിച്ചിട്ടുണ്ട്. മലകളെ നീല നിറത്തിലാണ് മഞ്ഞ് വീണ് കിടക്കുന്നത്. അതിലേക്ക് വെയിലിൻ്റെ സൂര്യപ്രകാശം തട്ടുമ്പോഴേക്കും നല്ല ഒരു ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. ഇപ്പോൾ നമുക്ക് മീൻകറി വെക്കാം. മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറി. അതിനായിട്ട് നമുക്ക് ആദ്യമേ അരപ്പുണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യമായിട്ട് കുറച്ച് തേങ്ങ ഇടാം. അരപ്പെല്ലാം അങ്ങോട്ട് ആദ്യമായിട്ട് അരച്ചെടുക്കാം. ആദ്യമായിട്ട് കുറച്ച് തേങ്ങ ചേർക്കാം. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി മീൻ കറിക്ക് ഇടുന്നത് നല്ലതാണ്. കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് നരച്ചെടുക്കാം നന്നായിട്ട്. മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. കഷ്ണങ്ങളാക്കി മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ ഇടാം. 3 പച്ചമുളക്, പിന്നെ ഒരു മാങ്ങ തൊലി ചെത്തി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇടാം. ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. 3-4 വെളുത്തുള്ളി ചേർക്കാം. കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ പൊളിച്ച് കീറി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇതും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഞാറെല്ലാം കൂടെ കഴുകി ഒഴിക്കാം. കുറച്ച് വെള്ളം നന്നായിട്ട് കഴുകി അങ്ങോട്ട് ഒഴിക്കാം. അങ്ങനെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, അത്രയും വെള്ളം മതി. തീയെ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. മാങ്ങായിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഉണക്കമീൻ കറിയാണേ. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ കറി തീയലിരുന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എത്രയായി നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു കറിയാണേ. കപ്പയ്ക്കും ചോറിനും എല്ലാം കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കടുകും കൂടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം. അപ്പോഴേക്കും കറി റെഡിയാവും. നല്ല സ്വാദുള്ള നല്ല സൂപ്പർ കറിയാണ് കേട്ടോ.
2 ദിവസം വേണേലും വച്ചിരുന്ന് കൂട്ടാം, കേടൊന്നും ആകുകയില്ല. നല്ല കറിയാണ്. അപ്പോൾ നമ്മുടെ ഉണക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.